ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയും നയനയും അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ കനക അവർ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇത്രയധികം സാധനങ്ങൾ വാങ്ങി കയ്യിലുള്ള പൈസ കളയുന്നത് എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് കിട്ടുന്ന ശമ്പളം എൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചോളാൻ ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് ഞാൻ അനാവശ്യമായി ഒന്നും ചെലവഴിക്കാറില്ല. പിന്നെ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ ചെലവഴിക്കണ്ടേ അച്ഛാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ നന്ദുവിനോട് എത്രയും പെട്ടെന്ന് വരാൻ പറയൂ, നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ അനാമികയും ജലജയും ജാനകിയും വലിയ സന്തോഷത്തിലാണ്. അനാമിക സന്തോഷത്തോടെ പറയുകയാണ്, അവളുടെ വീട് ഇപ്പോൾ ഒരു മരണ വീടായി കാണും. അപ്പോൾ ജലജ പറയുന്നുണ്ട്, മോളെയും മോളുടെ അച്ഛനെയും അമ്മയെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് ഞാൻ എൻ്റെ മോനെയാണ് ഏൽപ്പിച്ചിരുന്നതെങ്കിൽ അത് പൊളിഞ്ഞു പോകുമെന്ന് മാത്രമല്ല, അവൻ തല്ലും കൊണ്ട് വന്നേനെ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇനി ഏതായാലും അവൾ SI ആകത്തില്ലല്ലോ. അപ്പോൾ അനാമിക പറയുകയാണ്, എങ്ങനെ ആകാനാണ്, ക്രിമിനൽ കേസ് ഉള്ളവർക്ക് SI സെലക്ഷൻ കിട്ടില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇന്നാൾ ഞാനൊരു ഗുണ്ടയുടെ വാർത്ത വായിച്ചിരുന്നു. അവൻ നല്ലൊരു പയ്യനായിരുന്നു. എന്നാൽ SI സെലക്ഷൻ കിട്ടിയപ്പോൾ അവൻ ഒരു കേസിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ അവൻ്റെ ഫ്യൂച്ചറും പോയി. പിന്നീട് അവൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായി മാറി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ടപ്പച്ചി. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛൻ അവളെ ഇങ്ങനെയുള്ള ഒരു കെണിയിൽ കുടുക്കിയത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എനിക്ക് അവളെ പോയി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമിക പറയുകയാണ്, ഇപ്പോൾ വേണ്ട അപ്പച്ചി, നമുക്ക് അവളെ ജയിലിൽ പോയി കാണാം. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നമ്മളാണ് ഇത് ചെയ്തതെന്ന് സംശയം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവരവിടെ നിന്ന് പലതും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജയനെയും ആദർശനെയും അജയനെയും ഒക്കെയാണ്. ജയൻ പറയുന്നുണ്ട്, അച്ഛൻ മാരാർ വക്കീലിനെ വിളിച്ചിരുന്നു. പക്ഷെ അച്ഛൻ പറയുന്നതിന് മുൻപ് മാരാർ വക്കീൽ കേസ് ഏറ്റെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അത് ആരാണ് ഏൽപ്പിച്ചത് എന്ന് അറിയില്ല എന്നിങ്ങനെ സംശയത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി വരുന്നുണ്ട്. ദേവയാനിയാണല്ലോ ഏൽപ്പിച്ചത്, പക്ഷെ അത് ആയിരിക്കും അറിയില്ല. എന്നിട്ട് ദേവയാനി പറയുകയാണ്, മാരാർ വക്കീൽ കേസ് ഏറ്റെടുത്താൽ കേസ് തോൽക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, തോൽക്കില്ല, പക്ഷേ നീ ഉൾപ്പെടെ എല്ലാവരും കേസ് തോൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ജയിക്കാനാണ്? അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ ജയേട്ടൻ അങ്ങനെ പറഞ്ഞത്? അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവൾ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇത് ആത്മാർത്ഥതയായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഉറപ്പായും അവൾ രക്ഷപ്പെടും അമ്മേ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ പോലീസ് യൂണിഫോം ഇടാനുള്ള എല്ലാ അർഹതയും ഉള്ള കുട്ടിയാണ്. അതിലിടയ്ക്ക് ജയൻ പറയുന്നുണ്ട്, മാരാർ കേസ് ഏറ്റെടുത്തല്ലോ, അതുകൊണ്ട് കേസ് ജയിക്കുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട്, ജയിച്ചേ തീരൂ, അല്ലെങ്കിൽ എൻ്റെ നയനമോളുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വരും. പിന്നെ കാണിക്കുന്നത് ആനി സ്റ്റേഷനിലേക്ക് വന്ന് നന്ദുവിനെ കാണുന്നതാണ്. നന്ദു പറയുന്നുണ്ട്, ആരോ മനഃപൂർവ്വം എനിക്ക് കെണി ഒരുക്കിയതാണ്, അല്ലാതെ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് അനി പറയുന്നുണ്ട്, നാളെയല്ലേ നിനക്ക് പോലീസ് ക്യാമ്പിലേക്ക് പോകേണ്ടത്? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ, പക്ഷെ നാളെ ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ എൻ്റെ ആ സ്വപ്നവും പൊലിയുമെന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, നന്ദു ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിനുള്ള വേദനയായിരുന്നു കുറച്ച് മുൻപ് വരെ, എന്നാൽ ഇത് അതിനേക്കാളും വേദനയായല്ലോ എന്നും പറഞ്ഞ് അനി വളരെ സങ്കടത്തിലാണ്. എന്നിട്ട് നന്ദുവിൻ്റെ കൈയൊക്കെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണും തുടച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന വനിതാ പോലീസ് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കാമുകനാണോ അവൻ? അപ്പോൾ നന്ദു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അല്ല, ഭർത്താവ്, മറ്റൊരു പെണ്ണിൻ്റെ എന്ന്. അപ്പോൾ വനിതാ പോലീസ് പറയുന്നു, അല്ല, നിങ്ങളുടെ പെരുമാറ്റം കണ്ടപ്പോൾ കാമുകനാണെന്ന് തോന്നി. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെൻ്റെ കുഴപ്പമല്ല. നന്ദു വല്ലാത്ത ദേഷ്യത്തിലും സങ്കടത്തിലുമാണ്. പിന്നെ പുറത്തേക്ക് വന്ന അനി എസ് ഐനോട് സംസാരിക്കുന്നുണ്ട്, സാർ, ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും രക്ഷയുണ്ടോ സാർ? അപ്പോൾ SI പറയുന്നുണ്ട്, അനന്തപുരിയിലെ പയ്യനായതുകൊണ്ടാണ് തന്നെ കാണാൻ അനുവദിച്ചത്. ഇവിടുത്തെ പേര് കേട്ട വക്കീലായ മാരാർ വന്നിട്ട് പോലും ഞാൻ ജാമ്യം കൊടുത്തിട്ടില്ല. അതിപ്പോൾ തൻ്റെ മുത്തശ്ശൻ മൂർത്തി സാർ പറഞ്ഞാൽ പോലും രക്ഷയില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ മുകളിലോട്ടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഇത് കോടതിയിലേ തീരുകയുള്ളൂ. അതിലിടയ്ക്ക് അനി പറയുന്നുണ്ട്, അബിയോടുള്ള വൈരാഗ്യം ആ കുട്ടിയോട് കാണിക്കരുത് സാർ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനി വല്ലാത്ത നിരാശയോടുകൂടി അനന്തപുരിയിലേക്ക് വരുന്നതാണ്. അവിടെ മുത്തശ്ശി ഓരോന്നും ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അനിയെ കണ്ടതും ചോദിക്കുന്നുണ്ട്, എന്താ എടാ മോനെ എന്ന്. അപ്പോൾ അനി പറയുന്നുണ്ട്, മുത്തശ്ശൻ വിചാരിക്കാതെ എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശി.
കേസ് നാളെ തോറ്റാൽ അവൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. അത് കേട്ടപ്പോൾ മുത്തശ്ശി വല്ലാതാവുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന അനാമിക പറയുന്നുണ്ട്, അവൾ ജയിലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോട്ടെടാ, അതിന് നിനക്കെന്താ കുഴപ്പം? ഇനി അവൾ ജയിലിൽ പോയി ജയിൽ പുള്ളികളുടെ ദേഹത്ത് കൈവെക്കട്ടെ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാതെ മോളെ എന്ന്. അപ്പോൾ അനിയും പറയുന്നുണ്ട്, ഇവൾ പറയും മുത്തശ്ശി, ഇതിൻ്റെ പിന്നിൽ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. നന്ദു പോലീസ് ട്രെയിനിങ്ങിൽ പോകാതിരിക്കാൻ വേണ്ടി അവളെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നീ വെറുതെ ഇല്ലാ കഥയൊന്നും പറയണ്ട. പിന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട്, സത്യം അറിയാതെ ആരെയും പഴിക്കരുത് മോനെ എന്ന്. പിന്നെ കാണിക്കുന്നത് അനാമികയാണ്. അനാമിക അങ്ങ് നടന്നു പോവുകയാണ്. അവളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അത് കണ്ടിട്ട് അനി പറയുന്നുണ്ട്, നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. നീ നോക്കിക്കോ, എന്ത് വില കൊടുത്തു നന്ദു നിരപരാധിയാണെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ല, ഒരു കാരണവശാലും അവൾക്ക് ജാമ്യം കിട്ടില്ല. SI ആകാനുള്ള അവളുടെ മോഹം അങ്ങ് മാറ്റിവെച്ചേക്കാൻ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടുന്ന് പോകുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.